ഇക്ക കറണ്ടിന്റെ പൈസ നല്ലോണം കൂടിയിട്ടാ വന്നത്. എത്രയാണ്? 1700 റുപ്യ. 1700 റുപ്യ? എന്താ പറഞ്ഞ പടച്ച റബ്ബേ, 1700 റുപ്യ. ഇവിടെ ഒരു 600 റുപ്യ 650 റുപ്യ ഒക്കെ ലെവലിലുള്ളൂ. അതെ. ഇതെങ്ങനെയാണ് ഇപ്പത്? എന്നെ നോക്കുന്നതിന് ഞാൻ തിന്നിനാ കറണ്ട്? അല്ല, ഇപ്പൊ ഇത് വീട്ടിലും കറണ്ട് ബില്ല് കൂടിയൊക്കെയാണേ. അല്ല അല്ല പക്ഷെ വീട്ടില് കറണ്ട് ബില്ല് കൂടിയാലും അവിടെ വേറൊരു കണക്കുണ്ട്. അതേ, ഇതിപ്പോ ഒരു കാര്യം ചെയ്യേണ്ടി വരും. ഈ റഷ്യ പറഞ്ഞ പ്രകാരം ഒരു റേഷ്യോ കണക്കുണ്ട്, അത് കേട്ടിരിക്കണോ? ഈ റേഷ്യോ കണക്ക് അത് പഠിച്ചിട്ടുണ്ടോ? റേഷ്യോ കണക്ക് ദേഷ്യപ്പെടല്ല, റേഷ്യോ കണക്ക് പഠിച്ചിട്ടുണ്ടോ? ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇവിടെ കേൾക്കണ ഞാനും കേട്ടിട്ടില്ല. അതേ, റേഷ്യോ കണക്ക് പ്രകാരം ഇപ്പൊ നമ്മൾ ഈ കറണ്ട് ബില്ല് വരുമ്പോ അതിന്റെ ഒരു ആനുപാതിക കണക്കിൽ അത് ഇങ്ങനെ രണ്ടാക്കും. എങ്ങനെ കണക്ക് വെച്ചാൽ ഇപ്പൊ എന്റെ വീട്ടില് ഞങ്ങൾ മാത്രമായിട്ട് താമസിക്കുമ്പോ ഈ റേഷ്യോ കണക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പൊ അതിന് ശേഷം നമ്മുടെ വാസുട്ടി വന്നില്ലേ, വാസുട്ടിയും കുടുംബവും വന്നപ്പോ ഇപ്പൊ ഈ റേഷ്യോ കണക്ക് പ്രകാരമാണ് ഞങ്ങൾ കറണ്ട് ബില്ല് അടക്കണേ. ഇപ്പൊ മൊത്തത്തിൽ ഒരു 8 പേരുണ്ടല്ലോ. അപ്പൊ 8 പേരായിട്ട് ഇങ്ങനെ അതിങ്ങനെ വീതിക്കും. അങ്ങനെയാണ് ഇപ്പൊ ആ കറണ്ട് ബില്ല് നമ്മൾ അടക്കുന്നത് നമ്മുടെ വീട്ടില്. അപ്പൊ അതേമാതിരി ഇജ്ജിപ്പോ ഇവിടെ ജോലി ചെയ്യല്ലേ, ഞാനും ഇവിടെ ജോലി ചെയ്യാണ്. ഇപ്പൊ റേഷ്യോ കണക്ക് പ്രകാരം ഈ ഫാൻ കറങ്ങുമ്പോ ആ ഫാനിന്റെ കാറ്റ് ഇജ്ജും കൊള്ളുന്നുണ്ട്, ഞാനും കൊള്ളുന്നുണ്ട്. അതെ, അത് എന്തായാലും കൊള്ളുമല്ലോ, രണ്ടുപേരും അത് ഉപയോഗിക്കണ്ടല്ലോ. ഞാൻ എവിടെ നിന്നാലും കൊള്ളുമല്ലോ. അപ്പൊ അതിന്റെ ആനുപാതിക കണക്കാ ഞാൻ പറയണേ. അതേമാതിരി ഇവിടെ ട്യൂബ് ലൈറ്റ് കത്തുമ്പോ ആ ട്യൂബ് ലൈറ്റിന്റെ വെളിച്ചത്തിൽ ഞാനും ഇവിടെ തയ്ക്കുന്നുണ്ട്, ഇജ്ജും അവിടെ ഇരുന്ന് തുന്നുണ്ട്. ആനുപാതിക കണക്ക്. അപ്പൊ രണ്ടിന്റെയും, ഫാന്റെയും ഈ വെളിച്ചത്തിന്റെയും ഒക്കെ കണക്ക് പ്രകാരം നോക്കുമ്പോ ഇയും ഞാനും ആ ബില്ലടക്കാൻ ബാധ്യസ്ഥരാ. ഈ മിഷൻ വെച്ച് പിന്നെ നിങ്ങളുടെ കറണ്ട് കൂടുന്നത് അറിയോ? ഞാനോ ഒരു സൂചി നൂലും നോക്കുമ്പോ കറണ്ട് വേണം. റേഷ്യോ കണക്കിൽ മിഷ്യൻ അങ്ങനെയൊന്നുമില്ല. മിഷ്യൻ സൂചി നൂലൊന്നുമില്ല. അവിടെ ആൾക്കാരുടെ കണക്കാണ്. അവിടെ എത്ര പേര് ആ സ്ഥാപനത്തിലുണ്ടോ അവർക്ക് തുല്യമായിട്ട് പൈസ വീതിക്കണം എന്നാണ്. അവിടെ വേറെ വർത്താനില്ല. അത് ചേർക്കേണ്ട ഒരു ആവശ്യമില്ലെങ്കിലും വെറുതെ ഈ മിഷൻ അടിച്ചോണ്ടിരിക്കും, തുണിയിലേക്കും അടിക്കും. തുണിയില്ലാണ്ട് അടിക്കണ ഞാനല്ല. അതെ, ആ കണക്കൊന്നും ഇവിടെ പറയണ്ട. റേഷ്യോ കണക്കില് അങ്ങനെ ഒരു മറ്റേ മിഷ്യൻ അങ്ങനെ ഒന്നുമില്ല. ഞാൻ ഒരു മിനിറ്റ്, ഞാൻ അവിടെ സൂചിയും നൂലും തുന്നുമ്പോ ആരെങ്കിലും കറണ്ട് വേണം ഇനി? എടാ ചെങ്ങായി, ഇത് അങ്ങനല്ലാന്ന്. ഒരു സ്ഥാപനത്തിൽ 2 പേരുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിലത്തെ കറണ്ട്, അല്ലെങ്കിൽ ഒരു വീട്ടിൽ എത്ര പേരുണ്ടോ ആ വീട്ടിൽ ഉപയോഗിക്കുന്ന കറണ്ട് തുല്യമായിട്ട് വീതിക്കണം എന്നാണ് റേഷ്യോ കണക്ക് പറഞ്ഞിട്ടുള്ളൂ. അതിന്റെ അപ്പുറം ഒന്നും അറിയില്ല. അത് റഷ്യ പറഞ്ഞാണ്. ഇനിയിപ്പോ ഈ എനിക്ക് സംശയം ഉണ്ടെങ്കിൽ റഷ്യയുടെ അടുത്ത് പോയി ചോദിച്ചാ അപ്പൊ അതിന്റെ ഇരട്ടി കായ് കൊടുക്കൊണ്ട് വരും. ആകുമ്പോ ഒരു ഇതുണ്ടാവും. ഞാൻ അജ്ജ് ചെയ്യേണ്ടതാ ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ റേഷ്യോ കണക്ക് പ്രകാരം ഈ ബില്ലിന്റെ പകുതി പൈസ ഇജ്ജും തരണം. ഞാൻ തരില്ല. ഇജ്ജ് തരില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ നടക്കണത്? റേഷ്യോ കണക്കാണ്, വെറുതെ കളിക്കാൻ കണ്ട ചെയ്യും. ആവശ്യമില്ലാത്ത ഓരോ കണക്കം കണ്ടുപിടിക്കല്ലോ. അല്ല, ഒന്നുമില്ല. ഞാനേ മൂപ്പരുടെ അടുത്ത് ഈ റേഷ്യോ കണക്ക്, നമ്മുടെ റഷ്യയുടെ റേഷ്യോ കണക്ക് ഇപ്പനോട് പറയായിരുന്നേ. ഇവിടെ ഇപ്പൊ കറണ്ട് ബില്ല് വന്നിട്ടുണ്ട്. യൂണിഫോം ഒക്കെ അടിക്കാൻ തുടങ്ങിയോ? എന്താ കളിക്കാറില്ല ചേട്ടാ, ഇവിടെ തരാത്തോണ്ടാണ് ഞാൻ കളിക്കാത്തത്. ഇവിടെയും കൂടുതലുണ്ട്. അപ്പൊ ഓനോട് ഞാൻ ആ റേഷ്യോ കണക്ക് പറയായിരുന്നേ. കായ്യട്ടെ. എന്താണ് ഇത്? 2000 റുപ്യ. 2000 റുപ്യ നിനക്ക് മനസ്സിലായി? എന്തിന്റെ ഇത് വെക്കേ? എന്താ സംഭവമൊന്നുമില്ലേ? ഇത് മറ്റേ ബില്ലടക്കണ്ടേ? ബില്ല്? കറണ്ട് ബില്ല്. എന്താ പറഞ്ഞ ഇത്? വാസുറ്റി പറഞ്ഞ കളിക്കാക്കല്ലോ. ഇത് പിടിക്കറേ കളിക്കേ. ആ പൈസ അവിടെ വെക്കി. അത് ഇജ്ജ് പറയണ പോലെ റസിയെ പറഞ്ഞതിനകത്ത് കാര്യമുണ്ട്. എന്ത് കാര്യം? എടാ, ഞങ്ങൾ അവിടെ 4-5 പേര് അവിടെ താമസിക്കുക, വാടകയെ കൊടുക്കണില്ല. പിന്നെ ഈ കറണ്ട് ചാർജ് ഇങ്ങനെ കൂട്ടിയിട്ട് അതിനും പൈസ കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ മോശമാണ്. ഇതിപ്പോ ഇതിന്റെ വാടക തന്നെ നിനക്ക് നല്ലോണം മനസ്സിലായിരിക്കും. ഇത് കയ്യിൽ പിടിക്കണ കൈ അന്നെ വാടകയ്ക്ക് താമസിപ്പിക്കാന്ന് വെച്ചാൽ അവിടെ താമസിക്കണ്ട കേട്ടോ. അതിനപ്പം എന്നെ അവിടെ കൊണ്ട് താമസിപ്പിച്ചേന് ഈ കൈ പിടിച്ച ഈ വരുന്ന തമാശ കളിക്കാണ്ട് തരാന്ന് പറഞ്ഞതല്ലോ. ഈ തരാ എന്താ എന്താ കൈ നീട്ടിക്കൊണ്ട് നടക്കണേ? അത് ഞാൻ തരാന്ന് പറഞ്ഞാണ്. കൈമ കാന്തണ്ടോ? കൈ കാണുമ്പോ ആ റേഷ്യോ ഉണ്ടാക്കവിടെ. അതെ, ഇജ്ജ് തരാ ഇതൊന്നും ആ പെണ്ണിന്റെ വർത്താനം കെട്ടിട്ട് ജാതി പരിപാടി ഒന്നും ചെയ്യണ്ട കേട്ടോ. ഇത് കയ്യില് പിടിക്കും. ഓൾക്ക് തലക്ക് ഭ്രാന്താണ് അതും ഇതൊക്കെ പറഞ്ഞു വിചാരിച്ചത്. അത് വേണ്ട, അത് വേണ്ട. എന്താ റസിയ പറഞ്ഞാണ് ശരി. എന്ത് റസിയ പറഞ്ഞ ശരി? ഇജ്ജ് വെള്ളടിച്ചു വന്നിട്ട് അവള് പറഞ്ഞൊക്കെ അത് ശരിയാണെന്ന് പറഞ്ഞപ്പോ ഞാൻ അങ്ങനെ കണക്കാക്കിയുള്ളോ. അങ്ങനെ വെള്ളടിച്ചു കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് എന്താ ബോധം പോവോ? ആ ബോധം പോവാ വെച്ചാൽ ഇജ്ജ് ഇത് പിടിക്കും. അതൊന്നും വേണ്ട, അത് ശരിയാവില്ല. എടത്തിപ്പോ ഞാൻ വാങ്ങിച്ചിട്ടെന്താ കാര്യം? ഇജ്ജ് കയ്യില് പിടിക്കുന്ന ആ ജാതി ഇതൊന്നും ഇവിടെ എന്താ പ്രശ്നം വെച്ചാൽ എന്റെ അടുത്ത് വരുമ്പോ നീ പറയും അതിന്റെ ആവശ്യമില്ല.
പക്ഷെ അവിടെ വീട്ടിൽ വരുമ്പോ റസി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് റേസ്യ പറയുമ്പോ നമ്മൾ ആ താളത്തിനനുസരിച്ച് അങ്ങോട്ട് നിൽക്കുക കേൾക്കാന്നല്ലാണ്ട് അല്ലാണ്ട് എന്താണ് പിന്നെ ഓള് വല്ലാണ്ട് അങ്ങോട്ട് പറയുമ്പോ ഞാൻ എന്റെ വിക്ക് അങ്ങോട്ട് എടുത്തിടൂലേ ആ പെട്ടെന്ന് നിൽക്കൂല അവള് ഇക്ക് എപ്പോഴും വിക്ക് വന്നിട്ടൊന്നല്ല ഇടയ്ക്ക് ഞാൻ തട്ടണ ഒന്നും പേടിക്കണ്ട ആൾക്കാർ ഞാൻ കൈകാര്യം ചെയ്തോളാം. എന്നാലും വേണ്ടോ അത് ശരി. എന്ത് വാസുട്ടേ വെറുതെ തമാശ അതെ ഇതിന് 25 റുപ്യ കുറവുണ്ട് അത് സാരല്ല കേട്ടോ. 25 എത്ര കായ വേണ്ടേ എന്താ ഈ ചെങ്ങ അയ്യോ ഇപ്പൊ പ്രാന്തുണ്ടായിരിക്കോ എല്ലാരും. അപ്പൊ രേഷു കണക്ക് ഞാൻ തരട്ടല്ലോ. എന്ത് വാസുട്ടിട്ട് വേണ്ടാന്ന് പറഞ്ഞപ്പോ ഞാൻ ഇക്കാന്റെ സ്വന്തം ആളല്ലേ, ഇവിടെ പണിയെടുക്കുന്ന ആളല്ലേ. അതേ വാസുട്ടിന്റെ അടുത്ത് ഞാൻ വേണ്ടാന്ന് പറഞ്ഞാലും ഓന്റെ മാന്യതയിൽ ആ കായ് തന്നിട്ട് പോയത് കണ്ടോ ജി. പക്ഷെ ഇജ്ജങ്ങനല്ല, ഈ ആ സൂത്രം കണ്ടു കിടക്കണ ആളാ. പോയി തുഞ്ഞ് ഈ ആ കായ് ഉണ്ടാക്കിക്കോ തുഞ്ഞിട്ട്, എന്നിട്ട് ആ കായ് ഇങ്ങോട്ട് തന്നോ കണ്ടിട്ട് ഈ ഫാൻ ഒഴിവാക്കി പോയി അടിക്കള നമുക്ക്. ചിരിയുടെ തരികിട മേളം